വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും നാളുകൾ സമ്മാനിച്ചുകൊണ്ട് റമദാൻ മാസത്തെ വരവേൽക്കാൻ UAE-യിലെ പ്രവാസികൾ സർവ്വസജ്ജരായി കഴിഞ്ഞു. ഭക്തിനിർഭരമായ ഈ കാലയളവിൽ രാജ്യത്തെ നിയമവ്യവസ്ഥിതികളിലും ജീവിത രീതികളിലും പ്രകടമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. വേനൽ ചൂടിലേക്ക് മാറുന്ന കാലാവസ്ഥ കണക്കിലെടുത്ത് ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകേണ്ടത് ആവശ്യമാണ്. ജോലി സമയത്തിലെ ഇളവുകളും ബിസിനസ് മേഖലയിലെ പുതിയ ക്രമീകരണങ്ങളും പ്രവാസികൾക്ക് ഒരുപോലെ ബാധകമാണ്. വിശ്വാസികളെയും അല്ലാത്തവരെയും ഉൾക്കൊള്ളുന്ന UAE-യുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ പൊതുമര്യാദകളും സർക്കാർ നിർദ്ദേശങ്ങളും പാലിച്ച് ഈ പുണ്യമാസത്തെ അർത്ഥവത്തായ രീതിയിൽ ചെലവഴിക്കാൻ ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട്. വിപണിയിലെ ചലനങ്ങളും സുരക്ഷാ മുൻകരുതലുകളും മുൻകൂട്ടി മനസ്സിലാക്കുന്നത് ഈ കാലയളവ് കൂടുതൽ സുഗമമാക്കാൻ നിങ്ങളെ സഹായിക്കും. എല്ലാ വിശ്വാസികളും കാത്തിരുന്നത് പോലെ ഈ വർഷത്തെ റമദാൻ കാലം അടുത്തെത്തി കഴിഞ്ഞു. ഇതോടെ റമദാൻ മാസത്തെ വരവേൽക്കാൻ UAE-യും ഒരുങ്ങി. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ മാറ്റങ്ങളുള്ള ഒരു മാസമാണിത്. ജോലി സമയം, ബിസിനസ് നിയമങ്ങൾ, ട്രാഫിക് നിയന്ത്രണങ്ങൾ, നോമ്പെടുക്കുന്നവർക്കുള്ള ആരോഗ്യ നിർദ്ദേശങ്ങൾ തുടങ്ങി വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ആരോഗ്യ കാര്യങ്ങളിൽ നോമ്പെടുക്കുന്ന പ്രവാസികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ആരോഗ്യ വിദഗ്ധർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. UAE-യിലെ കാലാവസ്ഥ കണക്കിലെടുത്ത് ശരീരത്തിലെ ജലാംശം എപ്പോഴും നിലനിർത്തുക എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം തണുപ്പ് കാലാവസ്ഥ മാറി ചൂടിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ ധാരാളം വെള്ളം കുടിക്കുകയും ഒപ്പം ശരീരത്തിൽ വെള്ളം നിലനിർത്താൻ സഹായിക്കുന്ന പഴങ്ങൾ കഴിക്കുന്നത് ശീലമാക്കുകയും വേണം. നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം. അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. മലയാളി പ്രവാസികൾക്കിടയിൽ സാധാരണ എണ്ണയിൽ വറുത്ത പലഹാരങ്ങളുടെ ഉപയോഗം കൂടുതലായിരിക്കും. അതിനാൽ ഇത് നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് വളരെ നല്ലതായിരിക്കും. അതേസമയം ഷാർജ ഉൾപ്പെടെയുള്ള എമിറേറ്റുകളിൽ കടകൾ അർദ്ധരാത്രിക്ക് ശേഷവും പ്രവർത്തിക്കാൻ മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക അനുമതി നിർബന്ധമാക്കിയിട്ടുണ്ട്. റമദാനിലെ രാത്രികാല തിരക്ക് പരിഗണിച്ച് ബിസിനസ് സമയം നീട്ടാൻ ആഗ്രഹിക്കുന്നവർ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫീസ് അടച്ച് പെർമിറ്റ് സ്വന്തമാക്കണം. ഇതിനു പുറമെ ജനവാസ മേഖലകളിൽ സമാധാനം ഉറപ്പാക്കാൻ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് രാത്രി ജോലി ചെയ്യാൻ പെർമിറ്റ് നൽകില്ല. റമദാൻ കാലത്ത് കണ്ടുവരുന്ന ഒന്നാണ് അവശ്യ സാധനങ്ങളുടെ അമിത വിലക്കയറ്റം. അതിനാൽ വിപണിയിലെ വിലക്കയറ്റം തടയാൻ UAE സാമ്പത്തിക മന്ത്രാലയം കർശന പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. നിയമലംഘനം നടത്തുന്നവർക്ക് നേരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. പഴങ്ങൾ, പച്ചക്കറികൾ, അരി തുടങ്ങിയ അവശ്യ സാധനങ്ങൾക്കാണ് ഈ സമയത്ത് അമിത വില ഈടാക്കി കാണുന്നത്. ഏതെങ്കിലും സ്ഥാപനങ്ങൾ അമിത വില ഈടാക്കുകയോ സാധനങ്ങൾ പൂഴ്ത്തിവെക്കുകയോ ചെയ്താൽ പ്രവാസികൾക്ക് ഉടൻ തന്നെ പരാതിപ്പെടാനുള്ള സംവിധാനവും കൂടെ ഒരുക്കിയിട്ടുണ്ട്. പ്രവാസികൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ലുകൾ ചോദിച്ചു വാങ്ങാനും ഓഫറുകളുടെ പേരിലുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മിക്ക സൂപ്പർ മാർക്കറ്റുകളും റമദാൻ കിറ്റുകളും വൻ ഓഫറുകളും പ്രഖ്യാപിക്കാറുണ്ട്. ഇത് സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ സഹായമാണ്. അതേസമയം റമദാൻ മാസത്തിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും നിയമപ്രകാരം UAE-യിൽ നിരോധിച്ചിട്ടുള്ളതാണ്. നോമ്പെടുക്കാത്തവരും ഈ നിയമങ്ങൾ പാലിക്കുകയും ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും മതപരമായ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും വേണം. അത് UAE-യിൽ വളരെ നിർബന്ധമുള്ള കാര്യമാണ്. തെരുവുകളിൽ യാചിക്കുന്നത് UAE-യിൽ ഗുരുതരമായ കുറ്റമാണ്. അതിനാൽ അർഹരായവർക്ക് സഹായം നൽകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ അംഗീകൃത ചാരിറ്റി സംഘടനകൾ വഴി മാത്രം പണം നൽകണം. ഇത് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നതുമാണ്. നിയമങ്ങൾ കൃത്യമായി പാലിച്ചും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓരോ പ്രവാസിക്കും ഈ റമദാൻ മാസം അടിപൊളിയാകും.